വിശുദ്ധ സെബാസ്റ്റ്യൻ ഒരു റോമൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സെബാസ്റ്റ്യൻ ഗോളിൻ നൊർബോണിലാണ് ജനിച്ചത്. സ്വാഭാവികമായി സൈനിക സേവനം അദ്ദേഹത്തിന് അരോചകമായിരുന്നെങ്കിലും ക്രിസ്ത്യ വിശ്വാസത്തെ പ്രതി അറസ്റ്റ് ചെയ്യപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി റോമിലേക്ക് പോയി സൈന്യത്തിൽ ചേർന്നു. 283 ഈ ധീരമായ കാൽവയ്പ്. അന്ന് ദ്വിജരായ മാർക്കസും മർസെലിനൂസും ക്രിസ്ത്യാനികളെന്ന കാരണത്താൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ബന്ധുജനങ്ങളുടെ പ്രേരണയാൽ രക്തസാക്ഷിത്വം ഉപേക്ഷിച്ച് മതത്യാഗത്തിന് തയ്യാറായിക്കൊണ്ടിരുന്ന ഈ ഇണപ്രാക്കളെ സെബാസ്റ്റ്യൻ ജയിലിൽ പോയി ധൈര്യപ്പെടുത്തി. ജയിൽ വെച്ച് അദ്ദേഹം ചെയ്ത ഉപദേശം ജയിൽവാസികളുടെ ഹൃദയത്തെ ഘടാതകർഷിച്ചു. നിക്കസ്ട്രാറ്റസിന്റെ ഊമയായിരുന്ന ഭാര്യയെ അദ്ദേഹം സുഖപ്പെടുത്തി. 16 ജയിൽവാസികൾ മാനസാന്തരപ്പെട്ടു. മാർക്കസിന്റെയും മർസെലിനൂസിന്റെയും പിതാവ് ട്രിമിലിയാനൂസോ ജ്ഞാനസ്നാനം സ്വീകരിച്ചതോടെ അദ്ദേഹത്തിന്റെ വാതരോഗം സുഖപ്പെട്ടു. ഇക്കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനിടയായ റോമൻ ഗവർണർ ക്രൊമേഷ്യസും മകൻ തിബൂർത്തിയും മാനസാന്തരപ്പെട്ടു. സെബാസ്റ്റ്യന്റെ കാര്യങ്ങളിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 285 ഡയോക്ലീഷ്യൻ റോമൻ ചക്രവർത്തിയായി. അദ്ദേഹം സെബസ്ത്യാനസിനെ അംഗരക്ഷക സൈന്യത്തിലെ ഒരംഗമാക്കി. 3 വർഷം അങ്ങനെ കഴിഞ്ഞു. ക്രൊമേഷ്യസും മകനും റോമയിൽ നിന്നും പലായനം ചെയ്തുവെങ്കിലും അവരെയും സെബസ്ത്യാനെയും ടോക്യാറ്റസ് എന്ന ഒരു മതത്യാഗി ഒറ്റിക്കൊടുത്തു. തിബേർത്തിയോസിന്റെ തല വെട്ടിക്കളഞ്ഞു. ക്രൊമേഷ്യസും വധിക്കപ്പെട്ടു. സെബാസ്റ്റ്യനോട് ജൂപ്പിറ്റർ ദേവന് ധൂപം സമർപ്പിച്ച് ജീവൻ സംരക്ഷിക്കാൻ ചക്രവർത്തി നൽകിയ ഉപദേശം അദ്ദേഹം അവജ്ഞാപൂർവ്വം തിരസ്കരിച്ചു. തീയിൽ ദഹിപ്പിക്കുമെന്ന് ചക്രവർത്തി ഭീഷണിപ്പെടുത്തിയപ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി തീക്കല്ലിൽ കൂടി നടക്കുന്നത് റോസാപ്പൂ മെത്തയിൽ കൂടെ നടക്കുന്നത് പോലെയത്രേ. സെബാസ്റ്റ്യനെ അമ്പെയ്ത് കൊല്ലാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു. ഘാതകർ സെബാസ്റ്റ്യനെ ഒരു മരത്തിൽ വരിഞ്ഞുകെട്ടി അമ്പെയ്തു. മരിച്ചുവെന്ന് കരുതി ആരാച്ചന്മാർ സ്ഥലം വിട്ടപ്പോൾ ഐറീൻ എന്ന ഒരു ഭക്ത സ്ത്രീ ചെന്ന് സെബാസ്റ്റ്യനെ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി. സെബാസ്റ്റ്യൻ മരിച്ചില്ലെന്ന് കേട്ടപ്പോൾ ഇരുമ്പ് വടി കൊണ്ട് അദ്ദേഹത്തെ അടിച്ചു കൊല്ലാൻ ചക്രവർത്തി ഉത്തരവിട്ടു. അങ്ങനെ സെബാസ്റ്റ്യൻ രക്തസാക്ഷിത്വം മകുടം ചൂടി. സൈനിക സേവനം ഭക്തിജീവിതത്തിന് അത്ര സഹായകമല്ല. എന്നിട്ടും സെബാസ്റ്റ്യൻ ഒരു ഉത്തമ പ്രേക്ഷിതനായി ക്രിസ്തുനാഥനെ സേവിച്ചു. അവിടുത്തെ പ്രതി രക്തവും ചിന്തി. അദ്ദേഹത്തിന്റെ ചൈതന്യം നമുക്ക് പ്രചോദനമായിരിക്കേണ്ടതാണ്.